ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടിൽ ആർട്ടായിട്ടാണ്. കുറേ ആയില്ല നമ്മളിപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട്. എന്നാൽ പിന്നെ നമുക്കിന്ന് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്താട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ. അതിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പേഴ്സിനെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ വെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാട്ടോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിനനുസരിച്ചിട്ടാട്ടോ ഈ പീസ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ ഒട്ടിച്ചതിന് ശേഷം ഇനിയും വേണമെങ്കിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലാതെ ഒരുപാട് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ടീ പൗഡറിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നതിൻ്റെ മുൻപായിട്ട് ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതൊരു ചെറിയ പീസ് ക്ലോത്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പേപ്പേഴ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെയുള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഗ്ലേസിങ് ഉള്ളതോ നിങ്ങളുടെ അടുത്തുള്ള ഏത് തരം ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. അതിന് മാച്ച് ആയിട്ടുള്ള നമ്മൾ എടുത്തിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതിന് മാച്ച് ആയിട്ടുള്ള ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ക്ലോത്ത് വക്കൊന്നും അടിച്ചില്ലല്ലോ, അതിന് പകരമായിട്ട് നമുക്ക് ഈ ക്ലോത്ത് മടക്കി കൊടുക്കാം കേട്ടോ. മടക്കി കൊടുത്തതിന് ശേഷം ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബോട്ടിൽ പല ഷേപ്പിലുള്ള ബോട്ടിലായിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വലിച്ചു പിടിച്ച് തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒട്ടിക്കുന്ന ക്ലോത്ത് നമ്മൾ എടുക്കുന്ന ബോട്ടിൽ എത്രയാണോ നമുക്ക് ക്ലോത്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് അത്രത്തോളം ഒട്ടിച്ചാൽ മതി കേട്ടോ. ബാക്കി ഭാഗം കളർ പേപ്പേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കളർ പേപ്പേഴ്സ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇത്രത്തോളമാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഒട്ടിക്കുമ്പോൾ വലിച്ചു പിടിച്ച് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ബോട്ടിൽ പല ഷേപ്പിലുള്ളതായിരിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ചുളിവൊന്നും വരാതിരിക്കാനാണ് വലിച്ചു പിടിച്ച് തന്നെ ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ അതാ കണ്ടല്ലോ, നമ്മൾ ക്ലോത്തൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ പേപ്പേഴ്സ് കൂടി ഒന്ന് ഇതിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഗ്ലൂ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലൂ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്പൂൺ ഗ്ലൂ ആണെങ്കിൽ 1 സ്പൂൺ വെള്ളം, ആ ഒരു രീതിയിലാട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വെള്ളമാവാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കാം. ഗ്ലൂ ആദ്യം തന്നെ ഫുള്ളായിട്ട് ബോട്ടിൽ അപ്ലൈ ചെയ്യല്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങളായിട്ട് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അത് വിതറി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം കേട്ടോ. വിതറി കൊടുക്കുമ്പോൾ തന്നെ അത് ഒട്ടിക്കൊള്ളൂ കേട്ടോ. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതല്ലേ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ബാക്കിയുള്ള ഭാഗം കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഇല്ല അധികമായിട്ട് വരുന്നതൊക്കെ അങ്ങോട്ട് വീണോ കൂട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ഭാഗങ്ങളിൽ ഒട്ടാതായിട്ട് വന്നതാണെങ്കിൽ അവിടെ ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മൾ ബോട്ടിലൂടെ അടിപൊളിയായിട്ടുണ്ട്. നല്ല കളർഫുൾ ബോട്ടിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് ക്ലോത്ത് വെച്ചില്ലേ, അതിൻ്റെ ആ ഒട്ടിച്ച ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നെറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് ചെയ്തിട്ടുള്ളൊരു ഫ്ലവറാണ്. ഇതും കൂടി വെച്ച് കൊടുക്കുക. നിങ്ങൾക്കിനി നിങ്ങളുടെ കയ്യിൽ വലിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇതേപോലുള്ള സ്റ്റോൺസ് കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ഗമ്മുണ്ട് കേട്ടോ. എന്നാലും ക്ലോത്തുമ്മൽ ഒട്ടിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ അത് ഒട്ടിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ അത് ഒട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട, അത് വിട്ടേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായില്ലേ, വളരെ സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ ആർട്ടല്ലേ. അപ്പോൾ
അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളർ പേപ്പേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ഉണങ്ങണം കേട്ടോ. ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ കുറച്ച് ട്രൈ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ചെയ്തിട്ടുള്ളത് ഹദഫ് മുഹമ്മദ്, മിദ്ഹ ഫാത്തിമ, ആമിന അനീക്ക്. പിന്നെ ഇതിൽ കുറച്ച് ട്രൈ പിക്ചേഴ്സും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ട്രൈ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.